നമുക്ക് എല്ലാവർക്കും സോങ് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നാൽ ആ ഒരു സോങ്ങിൽ കുറേയധികം സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഉണ്ടാവുമല്ലോ, ആ ഒരു മ്യൂസിക്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോകണം. അതായത് അതിന്റെ മ്യൂസിക്, വോക്കൽ, ബാസ്, ഡ്രംസ് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോകണം. കൂടാതെ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റിൽ ഒട്ടനവധി ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഓഡിയോസ് കട്ട് ചെയ്യാൻ സാധിക്കും, കരോക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, സോങ്ങിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുത്തേക്കാം. അപ്പൊ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പൊ മേലെ ലെഫ്റ്റ് സൈഡ് 3 ലൈൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം ഓപ്ഷൻസ് വരുന്ന കാണാൻ സാധിക്കും. ആദ്യം നോക്കാൻ പോകുന്നത് സ്പ്ലിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ബ്രൗസ് മൈ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് പാട്ടാണോ സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പാട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു സോങ് അപ്ലോഡ് ചെയ്ത് പ്രോസസിംഗ് അതിന് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിനെ നമ്മൾ അവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് മ്യൂസിക്, വോക്കൽ, ബാസ്, ഡ്രംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോങ്ങിന് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ സോങ്ങിന്റെ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ വേണ്ടത് ആ ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്രംസ്, ബാസ്, വോക്കൽ, മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് വരുന്ന കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പാട്ടിനെയും വളരെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സോങ്ങിന്റെ പിച്ചും സ്പീഡും നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പിച്ചിലും സ്പീഡിലും ആ ഒരു സോങ് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കരോക്കെ പാടാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത മ്യൂസിക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അതിൽ വോയിസ് ഓവർ എടുത്ത് അതിനെ ട്യൂൺ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണ്. അതായത് MP3 കട്ടർ. അതായത് നമുക്കൊരു പാട്ടിന്റെ ഏത് ഭാഗമാണോ വേണ്ടത് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഫീച്ചർ കൂടി ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അതുകൊണ്ട് ഈ വെബ്സൈറ്റ് എല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യും. കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ആഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ ഇല്ല. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് ലഭിക്കാനായിട്ട് ഗൂഗിളിലേക്ക് പോയിട്ട് വോക്കൽ റിമൂവർ എന്ന് അടിച്ചു കഴിയുമ്പോൾ അവിടെ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് വരുന്നതായിരിക്കും. ആ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത്. അപ്പൊ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.